എല്ലാവർക്കും പ്രഭാതവന്ദനം പറയുകയാണ്. ഈ ഒരു ദിവസം കൂടെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്നതായ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 6-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാഞ്ഞിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്രമാത്രം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കൂടെ കൂടെ ഉറക്കം, കൂടെ കൂടെ നിദ്ര, കൂടെ കൂടെ കൈകെട്ടി കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണി പോലെയും വരും. ഈ വചനം അനുശാസിക്കുന്നത് ദൈവ കുഞ്ഞുങ്ങളാവുന്ന നാം, പ്രത്യേകിച്ച് ദൈവ സഭയുടെ അംഗങ്ങളാവുന്ന വ്യക്തികളെല്ലാവരും കഠിന അധ്വാനം ചെയ്യണം. അതിനാണ് മകനെ ഉറുമ്പിനെ നോക്കി പഠിക്കുക എന്ന് പറയുന്നത്. കാരണം ഉറുമ്പ് ഒരിക്കലും അലസ്യമായിട്ട് സമയം കളയുന്നില്ല. അവര് വളരെ കഠിനാധ്വാനികളും വളരെ ഉത്സാഹിച്ച് പ്രയത്നിക്കുന്നവരുമാണ്. അതിൻ്റെതായ ഫലമാണ് അതിനെക്കുറിച്ചാണ് സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. എന്താണ്? വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. ആയതുകൊണ്ട് ബുദ്ധിയുള്ളവരായ നാം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യണം? എപ്പോഴും ഒരിക്കലും മടിയരാകാതെ കഠിന അധ്വാനികളാകണം. എന്തിനു വേണ്ടിയാണ്? അതുകൊണ്ട് മാത്രം പലതരത്തിലുള്ള പ്രയോജനങ്ങളെ കുറിച്ചാണ് നാം ചിന്തിപ്പാൻ തക്കവണ്ണം പോകുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരം ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് അധ്വാനിക്കുന്നതിന് വേണ്ടിയാണ്. കൈകളുടെ അധ്വാനം, അതുപോലെ കാലുകളുടെ പോക്ക്, അതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുമ്പോൾ കണിശമായിട്ടും ശരീരത്തിന് തന്നെ ഒരു നല്ല ഉണർവും ഊർജവും അത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുകയും ചെയ്യാണ്. ആയതുകൊണ്ട് ഫിസിക്കൽ ആക്ട്, ശാരീരികമായ പ്രവർത്തനം എപ്പോഴും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവസഭയോടും ദൈവവേലയോടും അനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് വളരെയധികം ആവശ്യമാണ് എന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ അനുശാസിക്കുന്നത്. പ്രത്യേകം അതുപോലെ തന്നെ പറയുമ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫായിരിക്കണം. അതായത് അതിരാവിലെ എഴുന്നേൽക്കുക, അതുപോലെ സമയാസമയങ്ങളിൽ അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യുക. ഒരു ഉദാഹരണം പറയുന്നത് ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്നതായ വ്യക്തിയെക്കുറിച്ച് അറിയാം. നമുക്ക് പലരും കേട്ടിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു അമേരിക്കയിലെ ഒരു പ്രസിഡന്റ്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ചെറുപ്പകാലത്ത് തന്നെ വിറക് കീറുകയും വിറക് വെട്ടുകയും, അന്നത്തെ കാലത്ത് അതൊക്കെ ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ കഠിനാധ്വാനിയായ വ്യക്തി പിന്നീട് രാഷ്ട്രീയത്തിൽ കടന്നപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ആകുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, അതായത് നല്ലവണ്ണം അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായ ഒരു വ്യക്തി. പിന്നെ നമ്മെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്നവർ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം പഠിക്കുക. അതെ, നാം എപ്പോഴും ദൈവത്തിൻ്റെ വചനം നല്ലവണ്ണം പഠിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് എന്താണ് ഉദ്ദേശം? ആത്മീയമായി വളരുവാനും പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും നമ്മെ സഹായിക്കും. ആയതുകൊണ്ട് ഒരിക്കലും ആ കാര്യത്തിൽ മടി കാണിക്കരുത്. കുറച്ച് സമയം പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി പദങ്ങൾ വരുവാണ്ടക്കണം നാം ഒരുങ്ങുക. അതുപോലെ തന്നെ അടുത്തായിട്ട് ചിന്തിപ്പാനുള്ളത് അതിരാവിലെ സമയം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട സമയമാണ്. അതായത് നാം ദിവസത്തിന്റെ ആരംഭത്തിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു ഒഴുക്കം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ഓളമുണ്ടാവും, ഒഴുക്കവും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ കണിശമായിട്ടും സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞ പോലെ മടിയ എന്നുള്ള വിളി നാം കേൾക്കുവാനിടയാകുകയില്ല. ആയതുകൊണ്ട് എപ്പോഴും ഉറുമ്പിനെ പോലെ അധ്വാനിക്കുന്നവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി കരുതുന്നവരുമാകുവാൻ ഒക്കണം. ഈ പകൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിന്താഗതി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അതിനെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. അടികളൊന്ന് വായിച്ചു കേട്ടതുപോലെ ഉത്സുകരായി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനും, അതുപോലെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ തൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഒരു കൂടി അടികളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു. അടികളുടെ സമർപ്പണത്തെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. അവിടുത്തെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. എല്ലാം യേശുവിൽ കൂടെ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ ദിവസനായ ദൈവത്തിന് നന്ദി പറയാം.